നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം തിരുമല ജംഗ്ഷൻ സമീപം. തിരുമല ജംഗ്ഷനിൽ നിന്ന് വെറും 500 മീറ്റർ, മെയിൻ റോഡിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറി 10 സെന്റിലായിട്ട് 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു അട്ടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം പ്രോപ്പർട്ടി. ഇതുപോലെ നമുക്ക് എത്ര സ്ഥലം ഫ്രണ്ടിലുണ്ടോ ഇതുപോലെ തന്നെ കൃഷിഭൂമി ബാക്കിലുണ്ട്. നല്ല വരിക്കപ്ലാവും, മാവും, തെങ്ങും, അതുപോലെ തന്നെ ഈ സിറ്റിയുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ വളരെ വളരെ റെയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കൊച്ചുകുട്ടി പ്രോപ്പർട്ടീസ് എപ്പോഴും വാല്യുബിൾ പ്രോപ്പർട്ടി, ഇപ്പോൾ സെലക്റ്റീവായിട്ട് മാത്രമാണ് നമ്മൾ പ്രോപ്പർട്ടി എടുക്കുന്നതും അത് സെയിൽ ചെയ്യുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോപ്പർട്ടീസുകൾ ഓൾമോസ്റ്റ് നമ്മൾ വരുന്ന കസ്റ്റമർ തന്നെ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ഒരു 80% നമുക്ക് സെയിലായി പോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു സെലക്ഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ തെങ്ങുണ്ടെന്ന് വെച്ച് തേങ്ങയില്ല എന്നുള്ള വിചാരമൊന്നും വേണ്ട. ഞാൻ വന്നപ്പോൾ തന്നെയാണ് ഇവിടുത്തെ തേങ്ങ വെട്ടുന്ന സ്ഥലങ്ങളിൽ ഇത്രയും തേങ്ങ ഈ 2 മൂടിൽ നിന്ന് കിട്ടിയ തേങ്ങയും അതുകൊണ്ട് ആ സൈഡിൽ കിടക്കുന്ന അത്രയും തേങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കായ്ഫലമുള്ള തെങ്ങ് കൂടിയുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി. 4, 5, 6 കാർ പാർക്ക് ചെയ്യാൻ കിട്ടുള്ളൂ. എല്ലായിടത്തും ഞാൻ പറയുന്നതിനേക്കാൾ വിശാലമായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ്, നമുക്ക് ഫ്രണ്ട് റോഡിൽ പോലും നമുക്കൊരു കാർ പാർക്കിംഗ് ചെയ്താൽ പോലും നമുക്ക് അനായാസം 2 വണ്ടി കടന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ തട്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ നല്ല ഒന്നാം തരം ക്വാളിറ്റി പ്രോപ്പർട്ടി. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി. 2 TCയോടെയാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്ത് നിന്നും സ്റ്റെയർ ഉണ്ട്, നമുക്ക് മുകളിലേക്കും പോകാനായിട്ട് സൈഡിൽ നിന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 2 പാർട്ടിയെ റെൻ്റ് ഔട്ട് ചെയ്യാനും നമുക്ക് താമസിക്കാനും ഒക്കെ എന്തുകൊണ്ടും പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു പെയിൻറ്റിങ് ചെയ്യേണ്ട വർക്ക് മാത്രമാണ് ഞാൻ ഇതിൽ കണ്ടത്. കാരണം നല്ലൊരു ലൊക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സിറ്റ് ഔട്ട് ഏരിയ സാധാരണ വീടുകളിൽ കാണുന്നതിനേക്കാൾ നല്ല വലിപ്പമുള്ള നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ട് ഏരിയ. സാധാരണ ഇപ്പോഴും ഇവിടേക്ക് എന്ന് പറയുന്നത് നമ്മൾ ലിവിങ് സ്പേസിൻ്റെയൊക്കെ അത്രയാണ് നമുക്ക് ഏകദേശം പല സ്ഥലങ്ങളിൽ നമ്മൾ ഇത്രയും സ്പേസ് നമ്മൾ ലിവിങ് സ്പേസ് ആയിരുന്നു കണ്ടുള്ളൂ. പക്ഷേ അത്തരത്തിലൊന്നുള്ള നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ പഴക്കം എന്ന് പറഞ്ഞാൽ 20 വർഷമാണ് ഈ വീടിൻ്റെ ഒരു പഴക്കം എന്ന് പറയുന്നത്. പൂർണ്ണമായും തേക്കും തടിയിലും പൂർണ്ണമായും ചുടുകല്ലിലും നിർമ്മിച്ചിട്ടുള്ള നല്ല കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി ഒരു വീട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് വരുന്നത്. നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല അടിപൊളി ഒരു ഹോൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, 4 ബെഡ്റൂമാണ് ഇതിലേക്ക് വരുന്നത്. താഴത്തെ ഫ്ലോറിൽ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ഡിസൈനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നത്, കാരണം ഇന്നത്തെ പുതിയ വീട്ടിൽ കാണുന്ന ഇന്ത്യൻ ഡിസൈൻ എന്നുള്ളത് ഇത് നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ടെറസ്, നമുക്കത് നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി, അന്നത്തെ രീതിയിലേക്കുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം രീതിയിൽ വെച്ച ഒരു വീട് കൂടിയാണ് ഈ വീട്. സ്റ്റോറേജ് സ്പേസുകളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകളെല്ലാം അലമാരകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. നല്ല രീതിയിലൊരു പെയിന്റിംഗ് വർക്കിന്റെ ആവശ്യം എന്തായാലും ഞാൻ ഇതിൽ കാണുന്നുണ്ട്. കുറച്ച് പെയിന്റിങ്ങും പ്ലംബിങ്സിന്റെ കുറച്ച് മെറ്റീരിയൽസും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും 10, 20, 25 വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ സൈഡിലേക്ക് വരുമ്പോൾ ബാത്റൂമിൽ കയറുമ്പോൾ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഇത് 2 സൈഡിൽ നിന്ന് എൻട്രൻസ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമുക്ക് ഇതിന്റെ ഒരു ബാത്റൂമിന്റെ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂം കയറുമ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്, അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ പറയാം. കാരണം നമുക്ക് ആ ബെഡ്റൂമിൽ ഈ ബെഡ്റൂമിൽ നമുക്ക് ഒരു ബാത്റൂമിൽ 2 സൈഡിൽ നിന്നാണ് ഇതിന്റെ ഡോറും കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് 2 ബെഡ്റൂമുകളിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് 2 ആക്കാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ. കാരണം ഇതിന് ഡിവൈഡ് കഴിഞ്ഞാൽ നമുക്ക് 2 ടോയ്ലറ്റ്, 2 അറ്റാച്ച്ഡ്, നമുക്ക് 2 പ്രൈവസി ആക്കാനായിട്ടുള്ള ഓപ്ഷൻ കൂടിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഈ സൈഡിലേക്ക് വരുമ്പം സ്റ്റോറേജ് സ്പേസ്, അലമാരകളെല്ലാം തന്നെ നന്നായിട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് പെയിന്റിങ്ങിന്റെ വർക്ക് ഞാൻ ഉണ്ടെന്ന് നേരത്തെ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ഏത് വീഡിയോയിലും നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുമ്പോൾ നമ്മൾ കാണിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ നമ്മൾ എന്താണോ ഈ വീഡിയോയിൽ പറയുന്നത് അത് കൃത്യമായി ഇവിടെ കണ്ടിരിക്കും. അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഞാൻ പല വീഡിയോകളിലും പറയുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടുപോയിട്ട് കാര്യമില്ല, വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്കൊരു സെയിൽ നടക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിന്റെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ജെന്യൂനിറ്റി ആയിട്ടും മാക്സിമം നല്ല നല്ല പ്രോപ്പർട്ടീസുകൾ മാത്രം സെലക്റ്റീവുമായിട്ട് തന്നെയാണ് എപ്പോഴും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്താവുന്നതാണ്. നമ്മുടെ തിരുത്തുന്നതിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നുമില്ല കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ഇതിന്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ പ്ലോട്ടിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലുള്ള സ്ഥല സൗകര്യമൊക്കെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ എന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ വേറെ പ്രശ്നം ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇന്ത്യൻ ഡിസൈൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ മോഡേൺ വീടുകൾ പോലും മാറി നിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്നാണ് ഇതിന്റെ ഏറ്റവും നല്ലൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക്
ലിവിംഗ് സ്പേസ് ചെയ്യാൻ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു സോക്കേഴ്സിന്റെ ഏരിയയൊക്കെ നമുക്കൊരു ഓപ്പൺ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആയിട്ടോ ഓപ്പൺ ടൈപ്പ് ആയിട്ടൊക്കെ സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ മോഡേൺ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഡൈനിങ് സ്പേസ് ആയാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് ആണ്. ഈ സൈഡിലേക്ക് നമുക്ക് വാഷ് സ്പേസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ജനാലകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാറ്റും വെളിച്ചമൊന്നും കയറുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല. കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയ ആണ്. സ്റ്റോറേജ് സ്പേസുകൾക്ക് യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത നല്ല അടിപൊളി കിച്ചൺ ഏരിയ ആണ്. ഇതൊക്കെ പഴയ കാലത്തൊക്കെ അന്നത്തെ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബോർഡ് വർക്കൊക്കെയാണ്. ഇതിനെയൊക്കെ മാറ്റി നമുക്ക് ഇന്ത്യയിൽ ഡിസൈനൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്ഥല സൗകര്യത്തോടുള്ള ഒരു നല്ലൊരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്കും അതുപോലെ ഈ സൈഡിലും ഒക്കെ നല്ല രീതിയിലോട്ടും താഴെ ഈ സൈഡിലൊക്കെ കംപ്ലീറ്റ് ആയിട്ടും നല്ലൊരു സ്റ്റോറേജ് സ്പേസിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള സ്പേസ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ വർക്ക് ഏരിയയിൽ നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ വിറക് അടുപ്പൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളത്, ഗ്യാസ് വെക്കുന്നതിലും പഴയ നമുക്ക് പണ്ട് ഇപ്പോഴൊന്നും കാണാൻ പറ്റാത്ത രീതിയിലും ഇപ്പം കൺമറഞ്ഞു പോയിട്ടുള്ള എന്താ പറയാൻ അമ്മിക്കല്ലും ഒക്കെ ഇപ്പോഴും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്തുകൊണ്ടും വളരെ മനോഹരമായി കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തരുന്ന രീതിയിലേക്കും മേടിക്കുന്നവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും ഒക്കെ അങ്ങനെയുള്ളൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ധാരാളം സ്പേസ് ഉണ്ട്. കാരണം നമുക്ക് അവിടെ ആവശ്യം പോലെ കൃഷി ചെയ്യാനുള്ള സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു സ്പേസ് ഉണ്ട്. ആ സൈഡിലേക്ക് നമുക്ക് ഒരു 3 സെന്റോളം സ്ഥലം മാറ്റിയിട്ടുണ്ട്. അവിടെ നമുക്ക് 2-3-4 മൂട് തെങ്ങുണ്ട്, അതുപോലെ നല്ല വരിക്കപ്ലാവുണ്ട്. ഞാൻ അതെല്ലാം പറയാം. വാഴയുണ്ട്, നെല്ലിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പപ്പായയുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം 10 മിനിറ്റ് പറയാൻ രീതിയിലുള്ള എല്ലാ ഫലവൃക്ഷ തൈകളും നന്നായിട്ട് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൃഷി സ്ഥലമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് പ്രൈവസി ഇറങ്ങി നിന്ന് നമുക്ക് ഒരു സിറ്റിയുടെ ഒരു ഫീലിങ്സ് ഇല്ലാത്ത രീതിയിൽ നല്ല ശ്വാസം വിട്ടൊക്കെ നിൽക്കുന്ന ഒരു റിലാക്സേഷനൊക്കെ തോന്നുന്നവർക്ക് എന്തുകൊണ്ടും റിട്ടയർമെന്റ് ലൈഫൊക്കെ നമുക്ക് വീട് വാങ്ങി താമസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട് സൈഡിൽ ഒരു നനകല്ലും കൊടുത്തിട്ടുണ്ട്. ഔട്ട് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോളിൽ നിന്ന് നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് നല്ലൊരു സോക്കേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് കയറി പോകുമ്പം ഫ്ലോർ കംപ്ലീറ്റും ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത്. സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ഹാൻഡ് റെയിൽ കംപ്ലീറ്റും നല്ല തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. എന്തുകൊണ്ടും നല്ലൊരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് അതിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ ഞാൻ 2 ബെഡ്റൂം ഹാള്, അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹോൾ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല നീളത്തിലുള്ള നല്ല ഒരു ഹോൾ ഏരിയയാണ് വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈനും അതുപോലെ തന്നെ നല്ല സ്ഥല സൗകര്യമുണ്ട്. എന്തൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. 2 TCകളാണ് താഴത്തെ ഫ്ലോറിലും മുകളിലത്തെ ഫ്ലോറിൽ സെപ്പറേറ്റ് TC, സെപ്പറേറ്റ് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വളരെ കൈകാര്യം ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ് രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ട് നമുക്ക് മേടിച്ചിട്ട് നമുക്ക് റെന്റ് കൊടുക്കാനും ഒക്കെ എല്ലാ രീതിയിലും താമസിക്കാൻ പറ്റിയ നല്ലൊരു ഇതിന് മെയിൻ ഇമ്പോർട്ടൻറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല ഹൈ എൻഡ് റെസിഡൻഷ്യൽ ഏരിയ ഞാൻ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം വഴി തന്നെ നമുക്ക് മനസ്സിലായി. ഇവിടെ നമുക്ക് ശരിക്കും കയറി വരുന്നത് എൻട്രൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഡോർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഡ്രസ്സിംഗ് റൂമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. റൂമിന്റെ സൈസിൽ ഹെവി സൈസ് റൂംസ് അല്ല, എന്നാലും വളരെ നല്ല സ്ഥല സൗകര്യത്തോടുള്ള റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഡിസൈനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണും കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് വിഷ്വലിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഈ സൈഡ് ബാത്റൂമിലേക്ക് വരുമ്പോഴും നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം, നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ടൈലും ലിഫ്റ്റിംഗ്സും ഒക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ റെന്റ് ചെയ്യാനോ താമസിക്കുന്നതിനോ യാതൊരു തടസ്സമില്ല. അങ്ങനെ മെയിൻ്റെനൻസ് ഒരു വോട്ട് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള ബെഡ്റൂം സൈസാണ്. സ്റ്റോറേജ് തന്നെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ബാത്റൂം ഒറ്റ കോമൺ ആയിട്ടുള്ള ഒരു വലിയ ബാത്റൂംസ് ആണ് ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ബാത്റൂം ചെയ്യാം. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്യാനായിട്ട് ഡോറിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥല സൗകര്യം എന്തായാലും നമുക്ക് അതിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇനി നമുക്കൊരു ബുദ്ധിമുട്ടിന്റെ ടെൻഷനോ ആവശ്യമില്ല. മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് ഹാളിൽ നിന്ന് നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ താഴത്തെ ഫ്ലോറിന്റെ അതേ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന് ഡൈനിങ് സ്പേസ് ആണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്ഥല സൗകര്യത്തിലുള്ള ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ മുകളിലത്തെ ഫ്ലോറിൽ നല്ല വലിപ്പമുള്ള കിച്ചൺ. താഴത്തെ ഫ്ലോർ എന്താണോ അതേ രീതി തന്നെയാണ് മുകളിലത്തെ ഫ്ലോറിലും വന്നിരിക്കുന്നത്. ഇപ്പൊ ഇനി ഒരു പാർട്ടിക്കാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് ബെഡ്റൂം ആയിട്ട് കൺവേർട്ട് ചെയ്യാം, നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടൊക്കെ മാറ്റാനായിട്ടുള്ള നല്ല സ്ഥല സൗകര്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചൺ ഏരിയ, സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ധാരാളമുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വാതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് സ്റ്റെയറിലേക്ക് കയറി പോകാനുള്ള വാതിലുണ്ട്. ഇവിടെ നമുക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലെ ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് സ്റ്റെയർ കയറി നേരെ കയറി വരാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. അകത്ത് നിന്ന് സ്റ്റെയർ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ 2 TC എടുത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 TC ആയിട്ട് ഇത് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഈവനിങ് ഒരു കോഫിയെ കുടിച്ചിരിക്കാൻ പറ്റുന്ന നല്ല വൈബ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ ആണ് ഈ ഏരിയ. ഇതാകണ്ടില്ല, നമുക്ക് ഈ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ്. ഇതാകണ്ടില്ല, റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നല്ല പ്രീമിയം ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ വലിപ്പം കാണും മുറ്റത്തിൻ്റെ ഉണ്ട്. അപ്പോൾ റൂഫിംഗ് ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല തെങ്ങ്, മാവ് ഒക്കെ, ഫ്രണ്ടിൽ റംബുട്ടാൻ, പേര, അതുപോലെ കുറേ കുഞ്ഞു ചെടികളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി. കൂടുതൽ വിശദമായ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരുന്നതാണ്. ഞാൻ പറഞ്ഞു, തിരുമല ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്ററാണ് ഇതിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് 350-400 മീറ്ററിന് താഴെയാണ് 2 വണ്ടി പോകുന്ന തരത്തിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. 10 സെന്റാണ്, 2500 സ്ക്വയർ ഫീറ്റ് ആണ്. താഴത്തെ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോർ, അതെല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം കൊണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പേഴ്സണലി പറയുന്നു, ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നവർക്ക് എന്തുകൊണ്ട് വേണം? കാരണം നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് നല്ല ക്വാളിറ്റി പ്രോപ്പർട്ടി, അതിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് ആംഗിളിൽ നമുക്ക് ലൊക്കേഷൻ ബേസ് നോക്കിയാലും, പ്രോപ്പർട്ടിയുടെ ക്വാളിറ്റി കാര്യം നോക്കിയാലും, വീട് നോക്കിയാലും, കൃഷിസ്ഥലം നോക്കിയാലും, ഏത് നോക്കിയാലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഞാൻ ഇത്രയും കൂടുതൽ എടുത്തു പറയാനുണ്ടായ കാരണം ഇത് ഈ പൈസ കൊണ്ട് കൊടുത്ത് എവിടെയെങ്കിലും ചെന്ന് വീണിട്ട് അവസാനം ഊരാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് കസ്റ്റമർ നമ്മളടുത്ത് വരുന്നുണ്ട്. അത്രക്കാരൊന്നും ചെന്ന് വീഴാതെ നല്ല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സെയിൽ ചെയ്യാനായാലും താമസിക്കാനായാലും യാതൊരു തടസ്സമില്ല. വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റുന്നത് പോലെ തന്നെ നമുക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നല്ല പ്രോപ്പർട്ടികൾ സെലക്ട് ചെയ്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ 10 സെന്റിലായിട്ട് ഈ പ്രോപ്പർട്ടി ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് വീഡിയോ കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ശ്രമിക്കുക.